ഇത് ഇഗ്നിഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി ഓൺ ആവുകയും അതുപോലെ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ഓൺ ആക്കി കഴിഞ്ഞാൽ LED ലൈറ്റ്സ് ഓട്ടോമാറ്റിക്കലി ഓഫ് ആവുകയും ചെയ്യും. വണ്ടിയുടെ ആക്സലറേഷൻ ഒന്ന് ഞാൻ കാണിച്ചു തരാം. വാട്സ്ആപ്പ് യൂട്യൂബ് Athil Anees ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യയിലെ തന്നെ ചീപ്പസ്റ്റ് സ്കൂട്ടർ ആയിട്ടുള്ള TVS Scooty Pep Plus 2020 വേർഷൻ BS6 മോഡലിന്റെ റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ഈ ചാനലിൽ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യമായി വണ്ടിയുടെ ഡിസൈൻ ഒന്ന് നോക്കാം. 2005 പുറത്തിറങ്ങിയ TVS Scooty Pep Plusന്റെ സെയിം ഡിസൈൻ ആണ് BS4 വേരിയന്റിലും വന്നിരുന്നത്. ഇപ്പോൾ അതുതന്നെയാണ് BS6 വേരിയന്റിലും വന്നിട്ടുള്ളത്. കാര്യമായ മാറ്റങ്ങളൊന്നുമില്ല. ഒരു ഓൾ ഫൈബർ സ്ലീക്ക് ടിപ്പിക്കൽ സ്കൂട്ടീഷ് ഡിസൈൻ ആണെങ്കിലും കാണാൻ ഒട്ടും മോശമല്ലാത്ത നല്ലൊരു ഡിസൈൻ തന്നെയാണിത്. ഫൈബർ ബോഡി ആയതുകൊണ്ട് തന്നെ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു സ്കൂട്ടറാണ് Scooty Pep Plus. വെറും 93 കിലോഗ്രാംസ് മാത്രമാണ് ഇതിന്റെ ഭാരം. ഇപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്യുന്നത് ഇതിന്റെ നിറോ ബ്ലൂ എന്നൊരു നീല കളർ വേർഷൻ ആണ്. മറ്റു കളർ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ രണ്ട് മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള പുതിയ രണ്ട് കളർ വരുന്നുണ്ട്. മാറ്റ് റെഡും മാറ്റ് ബ്ലൂവും, അതുപോലെ ഗ്ലോസി കളർ വേരിയൻസ് ആയിട്ടുള്ള ഈ ബ്ലൂ, പിന്നെ ബ്ലാക്ക്, റെഡ്, ഒരു ബ്രൗണിഷ് ക്രീം കളർ വേരിയൻസും BS6 മോഡലിന് TVS നൽകുന്നുണ്ട്. മുൻവശം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വലിപ്പമുള്ള നല്ലൊരു ഹെഡ്ലൈറ്റ് കാണാം. 35 വാട്ട് ഹാലോജൻ ഹെഡ്ലൈറ്റ് ആണ് കമ്പനി കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ്സും നല്ല ഫീൽഡ് ഓഫ് വിഷനും നൽകുന്ന ഒരു ഹെഡ്ലൈറ്റ് തന്നെയാണിത്. പ്രത്യേകിച്ച് കംപ്ലയിൻസ് ഒന്നും പറയാനില്ല. അതിന് താഴെയായി ഒരു ഡേ ടൈം റണ്ണിങ് LED ലൈറ്റ്സും വരുന്നുണ്ട്. ഇത് ഇഗ്നിഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി ഓൺ ആവുകയും അതുപോലെ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ഓൺ ആക്കി കഴിഞ്ഞാൽ LED ലൈറ്റ്സ് ഓട്ടോമാറ്റിക്കലി ഓഫ് ആവുകയും ചെയ്യും. അതിന് തൊട്ട് താഴെയായി ഇവിടെ രണ്ട് വശങ്ങളിലും ഒരു ചെറിയ ഗ്രില്ല് ടൈപ്പ് ഡിസൈൻ കമ്പനി കൊടുത്തിട്ടുണ്ട്. പിന്നെ കാണാൻ കഴിയുന്നത് ഇൻഡിക്കേറ്റർ ലൈറ്റ്സ് ആണ്. സ്കൂട്ടി പെപ്പിന്റെ BS4 വേരിയന്റിന്റെ സെയിം ഡിസൈൻ തന്നെയാണ് ഇതിനുമുള്ളത്. ഇനി പുറകുവശത്ത് നോക്കിക്കഴിഞ്ഞാൽ കാര്യമായ മാറ്റങ്ങളൊന്നും കാണാൻ കഴിയുകയില്ല. യൂഷ്വൽ സ്കൂട്ടി പെപ്പിന്റെ ടേൺ ഇൻഡിക്കേറ്റർ ലൈറ്റ്സോട് കൂടി ഒരു ടെയിൽ ലാമ്പ് ക്ലസ്റ്റർ കാണാം. പിന്നെ വൈഡ് ആയിട്ടുള്ള നല്ല കംഫർട്ടബിളി പ്ലേസ്ഡ് ആയിട്ടുള്ള ഗ്രാബ് റെയിൽസ് കാണാം. സ്വിച്ചും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന നല്ല സ്വിച്ചുകളാണ് ഇവിടെ വരുന്നത്. ഇവിടെ ഹെഡ്ലൈറ്റ് ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്, സെൽഫ് സ്റ്റാർട്ട് സ്വിച്ചും ഉണ്ട്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹൈ ബീം ഇൻഡിക്കേറ്റർ, ഒരു ഇഗ്നീഷൻ ലൈറ്റ്, ഫ്യൂൽ ഗേജ്, ഇൻഡിക്കേറ്റർ ലൈറ്റ്സ്, ഇക്കോ മോഡിൻ്റെ ഒരു ലൈറ്റ്, പിന്നെ ഫുള്ളി അനലോഗ് ആയിട്ടുള്ള ഒരു സ്പീഡോമീറ്ററും ഓഡോമീറ്ററും കാണാം. പിന്നെ ലെഫ്റ്റ് സൈഡിൽ ഹൈ ബീം ലോ ബീം സ്വിച്ച് ഉണ്ട്, ഇൻഡിക്കേറ്റർ സ്വിച്ച് ഉണ്ട്, ഹോൺ ഉണ്ട്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ലഗേജ് ഹുക്ക് കാണാം. ഈ ഭാഗത്തായിട്ട് ഒരു ചാർജിങ് സോക്കറ്റിൻ്റെ സ്പേസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ചാർജിങ് സോക്കറ്റ് അതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. അതിന് താഴെയായിട്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഒരു 2 വാട്ടർ ബോട്ടിലൊക്കെ വെക്കാൻ പാകത്തിനുള്ള ഒരു സ്റ്റോറേജ് സ്പേസ്, കുറച്ച് പേപ്പേഴ്സോ എന്തെങ്കിലും വെക്കാൻ പാകത്തിനുള്ള സ്റ്റോറേജ് സ്പേസും ഉണ്ട്. പിന്നെ ഫുഡ് ബോർഡ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വലിപ്പമുള്ള നല്ല നീളമുള്ള ഫുഡ് ബോർഡ് തന്നെയാണ് Scooty Pepന് വരുന്നത്. ഒരു ഗ്യാസ് സിലിണ്ടറോ വേണമെങ്കിൽ അത്യാവശ്യം ലഗേജ് ഒക്കെ വെച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലുള്ള ഫുഡ് ബോർഡാണ്. പിന്നെ ഇവിടെയും ഒരു ലഗേജ് ഹുക്ക് വരുന്നുണ്ട്. ഇനി വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ എക്സോസ്റ്റ് നോട്ട് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. പിന്നെ സീറ്റ് തുറന്നു കഴിഞ്ഞാൽ 4.2 ലിറ്റർ കപ്പാസിറ്റി ഉള്ള ഫ്യൂൽ ടാങ്കിലേക്കുള്ള ഫ്യൂൽ ലിഡ് കാണാം. പിന്നെ ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് വരുന്നുണ്ട്. പിന്നെ ഒരു ടൂൾ ബോക്സും വരുന്നുണ്ട്, എല്ലാ വണ്ടികളിലും കിട്ടുന്ന പോലെ തന്നെ. പിന്നെ ഈ പ്ലാസ്റ്റിക് കേസിംഗ് ഒന്ന് എടുത്തു കഴിഞ്ഞാൽ BS6 വേരിയൻറ്റിൽ വരുന്ന കുറച്ച് മാറ്റങ്ങൾ കാണാം. ഫ്യൂൽ ഇഞ്ചക്ഷൻ്റെ ഭാഗത്താണ് ഇക്കോ ത്രസ്റ്റ് ഫ്യൂൽ ഇഞ്ചക്ഷനാണ് ഇവിടെ വരുന്നതെന്നാണ് TVS പറയുന്നത്. വേറെ കാര്യമായിട്ട് മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടെ തന്നെ ബാറ്ററിയും കാണാം. പിന്നെ അണ്ടർ സീറ്റ് സ്റ്റോറേജിനെ പറ്റി പറയുകയാണെങ്കിൽ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ആണ്. ഒരു ഹാഫ് ഫേസ് ഹെൽമെറ്റ് ഒക്കെ വെക്കാൻ പാകത്തിനാണ് ഇതിൻ്റെ ഡിസൈൻ. ബാക്കി കാര്യങ്ങൾ നമുക്ക് ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. BS4 വേരിയൻറ്റിനെ അപേക്ഷിച്ച് BS6 മാറ്റം വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയാനുള്ളത് ഇതിൻ്റെ എഞ്ചിനാണ്. 89cc സിംഗിൾ സിലിണ്ടർ ഫ്യൂൽ ഇഞ്ചക്റ്റഡ് എഞ്ചിനാണ് BS6 വേരിയൻറ്റിൽ വരുന്നത്. ഫ്യൂൽ ഇഞ്ചക്ഷൻ TVS എക്കോ ത്രസ്റ്റ് ഫ്യൂൽ ഇഞ്ചക്ഷൻ എന്നാണ് വിളിക്കുന്നത്. പവറും ടോർക്കിൻ്റെ കാര്യമൊക്കെ നോക്കുകയാണെങ്കിൽ BS4നെ അപേക്ഷിച്ച് കുറച്ച് പവർ കൂടുതലാണ് ഇതിനുള്ളത്. BS6 എഞ്ചിൻ 5.4 bhp പവറും 6.5 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്നു. പിന്നെ ഇവിടെ ഒരു എക്കോ മോഡ് ലൈറ്റ് ഉണ്ട്. പിന്നെ ഇത് കണ്ടില്ല, നമ്മൾ സ്മൂത്തായിട്ട് റൈഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എക്കോ മോഡ് ലൈറ്റ്സ് ഓൺ ആണ്. ഇനിയിപ്പോൾ ആക്സിലേറ്റർ ഒന്ന് കൂട്ടുകയാണെങ്കിൽ നോക്കിക്കോളൂ, ഇതപ്പോൾ ലൈറ്റ്സ് ഓഫായി.
എക്കോ മോഡൽ വണ്ടി ഓടിക്കുകയാണെങ്കിൽ അത്യാവശ്യം മൈലേജ് നന്നായി കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ വണ്ടിൻ്റെ ഹോൺ നമുക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സൗണ്ടുള്ള ഹോൺ തന്നെയാണ്. ഇതിൻ്റെ ആക്സലറേഷൻ എന്ന് പറയുകയാണെങ്കിൽ സ്മൂത്ത് ആക്സലറേഷനാണ്. നല്ല ടോപ്പ് നോച്ച് പിക്കപ്പ് ഒന്നും ഈ വണ്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല. വണ്ടിയുടെ ആക്സലറേഷൻ ഒന്ന് ഞാൻ കാണിച്ചു തരാം. 0 to 50 വരെ എത്തിയിട്ടുണ്ട്. നമ്മളിനിപ്പോൾ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ കണ്ടില്ലേ, ബ്രേക്സും അത്യാവശ്യം നല്ല ബൈറ്റ് തരുന്ന ബ്രേക്സ് തന്നെയാണ്. ആവശ്യത്തിനുള്ള പിക്കപ്പ് വണ്ടി നൽകുന്നുണ്ട്. വണ്ടിക്ക് ഒരു ഇൻസ്റ്റൻറ്റ് പിക്കപ്പ് ഒന്നുമില്ല, ഗ്രാജുവൽ ആക്സലറേഷനാണ്. ഒരു ആവറേജ് കണക്ക് പറയുകയാണെങ്കിൽ റൈഡറും പില്ലിയനും കൂടി ചേർത്തൊരു 150 കിലോഗ്രാം 150 കിലോളം ഈസി ആയിട്ട് ഈ വണ്ടി വലിച്ചോളും. ടോപ്പ് സ്പീഡ് കമ്പനി അവകാശപ്പെടുന്നത് 65 km/h ആണ്. പുതിയ വണ്ടി ആയതുകൊണ്ട് തന്നെ നമ്മളത് ടെസ്റ്റ് ചെയ്തിട്ടില്ല. പിന്നെ ഒരു കാര്യം എടുത്തു പറയാനുള്ളത് ഈ എഞ്ചിനെ പറ്റി, വളരെ സ്മൂത്തും റിഫൈൻഡുമായിട്ടുള്ളൊരു എഞ്ചിനാണ് BS6 എഞ്ചിൻ. BS4 കാർബറേറ്റഡ് വേർഷൻ ഓട്ടിയ ആളുകളാണെങ്കിൽ ഇത് ഓട്ടി കഴിയുമ്പോൾ വളരെ സൗണ്ട് കുറവാണെന്നാണ് അഭിപ്രായപ്പെടാറുള്ളത്. റിഫൈൻമെൻറ്റ് അടിപൊളിയാണ്. ഒരു 45 to 50 km/h ആണ് ഇതിൻ്റെ ക്രൂയിസ് സ്പീഡ് എന്ന് വേണമെങ്കിൽ പറയാം. ആ സ്പീഡിൽ എഞ്ചിൻ വളരെ സ്മൂത്തായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നു. പിന്നെ സ്പീഡ് ഒരു 55 എബോ ഒക്കെ ആവുമ്പോഴേക്കും എഞ്ചിൻ കുറച്ചൊരു സ്ട്രെയിനിങ് ആയിട്ട് നമുക്ക് തോന്നും. പക്ഷേ റിഫൈൻമെൻറ്റിൻ്റെ കാര്യത്തിൽ കുഴപ്പമൊന്നും അനുഭവപ്പെടില്ല. വണ്ടി നല്ല സ്മൂത്തായിട്ട് തന്നെയാണ് ആ സ്പീഡിൽ ഓട്ടാൻ പറ്റുന്നത്. ഇനി കംഫർട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല വീതിയുള്ള കുഷനിങ് ഉള്ള സീറ്റും ഫ്രണ്ടിൽ ടെലസ്കോപ്പിക് സസ്പെൻഷനും ബാക്കിൽ ഒരു സിംഗിൾ ഹൈഡ്രോളിക് ഷോക്കുമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല കംഫർട്ടബിൾ റൈഡ് സ്കൂട്ടി പെപ്പ് പ്ലസ് നൽകുന്നുണ്ട്. ഇവിടെ റൈഡറിനോ പില്ലിയനോ ഒരു കംപ്ലയിൻസും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ല റൈഡ് ക്വാളിറ്റി പെപ്പ് തരുന്നുണ്ട്. ഇനി സേഫ്റ്റി ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഫ്രണ്ടിലും ബാക്കിലും 110 mm ഡ്രം ബ്രേക്സ് ആണ് വരുന്നത്. ഇതിൽ ഒരു കമ്പൈൻഡ് ബ്രേക്കിംഗ് സിസ്റ്റം, ഹോണ്ട ഡിയോ ആക്റ്റീവയിലൊക്കെ കാണുന്ന പോലെ ഒരു കമ്പൈൻഡ് ബ്രേക്കിംഗ് സിസ്റ്റം ഇതിലും വരുന്നുണ്ട്. ഇതിനെ TVS സിഗ്നറൈസ് ബ്രേക്കിംഗ് സിസ്റ്റം SBT എന്നാണ് വിളിക്കുന്നത്. ഈ വണ്ടിക്ക് പാകത്തിനുള്ള അത്യാവശ്യം നല്ല ബ്രേക്സ് തന്നെയാണ്. ഒരു 50 km/h പോവുകയാണെങ്കിൽ നന്നായി മാനേജ് ചെയ്യാൻ ഈ ബ്രേക്സ് കൊണ്ട് പറ്റും. ടയറിനെ പറ്റി പറയുകയാണെങ്കിൽ ഫ്രണ്ടിലും ബാക്കിലും 10 ഇഞ്ച് TVS ടയേഴ്സാണ് ഈ വണ്ടിയിൽ വരുന്നത്. ആവശ്യത്തിനുള്ള ഗ്രിപ്പുണ്ട് എങ്കിലും നല്ല മിനുസമുള്ള ഹൈവേ റോഡ്സിലൊക്കെ മഴയത്ത് പോവുകയാണെങ്കിൽ അത്യാവശ്യം ചെറിയൊരു ഗ്രിപ്പ് കുറവ് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ മൈലേജിനെ പറ്റി പറയുമ്പോൾ BS6 എഞ്ചിൻ 65 km/l എന്നൊക്കെയാണ് കമ്പനി അവകാശപ്പെടുന്നത്. നമ്മളിപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ ഏകദേശം 59 km/l നമുക്ക് മൈലേജ് കിട്ടി. ഇത് ഫസ്റ്റ് സർവീസ് മുമ്പായതുകൊണ്ട് തന്നെ ചിലപ്പോൾ 1-2 സർവീസുകളൊക്കെ കഴിയുമ്പോൾ മൈലേജ് ഇനിയും കൂടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിലയെ പറ്റി പറയുകയാണെങ്കിൽ 54,000 രൂപയാണ് എക്സ് ഷോറൂം വില. മാറ്റ് കളർ വേരിയൻസിന് ഒരു 1,500 രൂപയോളം കൂടുതൽ വരുന്നുണ്ട്. ഇപ്പോൾ ഈ വണ്ടിയുടെ ഈ ഗ്ലോസി വേരിയൻറ്റ് ഈ വണ്ടിയുടെ ഓൺ റോഡ് റേറ്റ് വിത്ത് എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ 68,500 രൂപയോളം വരുന്നുണ്ട്. എക്സ്ട്രാ ഫിറ്റിംഗ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഈ സൈഡിലെ ക്രാഷ് ബോർഡും അതുപോലെ ഫ്ലോർ മാറ്റും വരുന്നുണ്ട്. എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഇല്ലാതെ ഒരു 66,300 രൂപ ആ റേഞ്ചിലായിരിക്കും ഇതിൻ്റെ ഓൺ റോഡ് റേറ്റ്. മാറ്റ് വേരിയൻസ് ആണെങ്കിൽ കുറച്ച് കൂടും, 1,000-1,500 രൂപ എക്സ്ട്രാ കൂടുന്നതായിരിക്കും. ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ചീപ്പസ്റ്റ് സ്കൂട്ടർ സ്കൂട്ടി പെപ്പ് പ്ലസ് എന്നിരിക്കെ ഒരു ഹോം യൂസിനോ വീട്ടിൽ നിന്ന് അത്യാവശ്യം സാധനങ്ങൾ വാങ്ങിക്കാൻ പോകാനും വരാനൊക്കെയോ അതുപോലെ ഒരു കംപ്ലീറ്റ് ലേഡീസ് യൂസിനോ ഏറ്റവും അനുയോജ്യമായ വണ്ടി തന്നെയാണ് സ്കൂട്ടി പെപ്പ് പ്ലസ്. ഇതിൻ്റെ പോരായ്മകളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഇതിൻ്റെ പവറാണ്. ആകെ 89 cc ഉള്ളൊരു എഞ്ചിനാണ്. ഒരു 5.6 bhp പവർ മാത്രമേ ഇത് തരുന്നുള്ളൂ. മറ്റു സ്കൂട്ടറൊക്കെ ഓടിച്ച് സ്കൂട്ടി വെപ്പിലോട്ട് വരുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും ആ പവറിൻ്റെ ഒരു കുറവ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഈ വണ്ടിയുമായി ബന്ധപ്പെട്ട് എന്ത് സംശയമുണ്ടെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സോ ടു കൺക്ലൂഡ്, സ്കൂട്ടി പെപ്പ് BS6 വേരിയൻറ്റ് ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഈസിയായി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്കൂട്ടറാണ് വിത്ത് ഗുഡ് റൈഡിംഗ് കംഫർട്ട്, നല്ല സ്മൂത്ത് ആൻഡ് റിഫൈൻഡ് എഞ്ചിൻ, ഗുഡ് മൈലേജ് ആൻഡ് ആൻ അട്രാക്റ്റീവ് പ്രൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ആസ് യൂഷ്വൽ, ഷോ മീ സം ലവ് ഇൻ ദ ഫോം ഓഫ് ലൈക്സ് ആൻഡ് കമൻറ്റ്സ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ, ബൈ ബൈ.